GSI പ്രകാരം ഒരു വിവരം കരാർ കമ്പനിക്ക് നൽകിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കമ്പനി അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പ്രേക്ഷകർക്ക് ആ സ്ട്രക്ചറിൽ കാണാവുന്നതാണ്. ഗാലറി പോലെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശം പ്രേക്ഷകർക്ക് കാണാം. ഇത് അപകടം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളും അപകടത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളുമാണ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിന് മുമ്പുള്ള ദൃശ്യങ്ങളിൽ GSI തന്ന മൊബൈൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇടതുഭാഗത്ത് കാണാം. GSI തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നോക്കൂ, റിപ്പോർട്ടർ ഇപ്പോൾ പ്രേക്ഷകർ കാണിക്കുന്ന ആ കോൺക്രീറ്റിന്റെ സ്ട്രക്ചർ കാണാം. ഇങ്ങനെയുള്ള ഈ ഷോർട്ട് ക്രീറ്റ് എന്നാണ് പറയുക. ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ യഥാർത്ഥത്തിൽ പാറയോട് ചേർത്ത് കമ്പി കൊണ്ട് ബന്ധിപ്പിച്ച് അതിനിടയിൽ വീപ്പ് ഹോൾസ് അടക്കം നിർമ്മിച്ചുകൊണ്ടാണ് ഇങ്ങനെ കോൺക്രീറ്റ് സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കേണ്ടത്. എന്നാൽ അവിടെ കമ്പനി നിർമ്മിച്ചിരിക്കുന്നതാവട്ടെ മണ്ണിനോട് ചേർന്ന് നെയിലിംഗ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നെയിലിംഗ് ചെയ്യുമ്പോൾ ഇളകിപ്പോകുന്ന മണ്ണിൽ അല്ലെങ്കിൽ ആ മണ്ണിൽ പിടിച്ചിരിക്കുന്ന വെള്ളം അത് പുറത്തു പോകാൻ ആവശ്യമായ വീപ്പ് ഹോളുകൾ പ്രേക്ഷകർക്ക് അവിടെ കാണാൻ കഴിയില്ല. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ ദൃശ്യങ്ങൾ എനിക്കൊന്ന് ഫുൾ ഫ്രെയിമിൽ തന്നെ നമുക്ക് ആ കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ദൃശ്യങ്ങൾ കൊടുക്കാവുന്നതാണ്. ആ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ വീപ്പ് ഹോൾസ് കാണാൻ കഴിയില്ല. നോക്കൂ, ഇതിൽ വെള്ളം, ഇതാണ് ആ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ ഏകദേശം 15 മീറ്റർ നീളത്തിൽ വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറിൽ ഒരിടത്ത് പോലും മുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മണ്ണിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തു പോകാനുള്ള വഴി കാണുന്നില്ല. വീപ്പ് ഹോൾസ് ഇല്ലാതെ ഇങ്ങനെ കോൺക്രീറ്റ് സ്ട്രക്ചർ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും മുകളിലുണ്ടാവുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അത് താങ്ങാൻ ഈ കോൺക്രീറ്റ് പാളികൾക്ക് കഴിയില്ല. സ്വാഭാവികമായും ഒരു ചാണകം എഴുതിയതുപോലെ സാധാരണ കോൺക്രീറ്റിന്റെ ഗ്രോട്ട് ഇട്ട് ഇതേപോലെ നെയിലിംഗ് ചെയ്തു വെക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മണ്ണ് ദുർബലമാകുമ്പോൾ ഇത് പൊളിഞ്ഞു പോകും. അത് വളരെ സ്വാഭാവികമായ ഒന്നാണ്. ഈ മുന്നറിയിപ്പ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കഴിഞ്ഞ 14-ാം തീയതി തന്നെ കരാർ കമ്പനിക്ക് നൽകി. GSI റിപ്പോർട്ട് ജൂൺ 14-ന് നൽകിയിട്ടും കരാർ കമ്പനി ആ റിപ്പോർട്ട് അവഗണിച്ചോ? ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ട് വീപ്പ് ഹോളുകൾ ഇട്ടില്ല? എന്തുകൊണ്ട് ഇത് പാറയോട് ചേർന്ന് ശക്തിപ്പെടുത്തേണ്ട ഭാഗം സോയിൽ നെയിലിംഗ് മാത്രം ഉപയോഗിച്ചു? അവിടെ എത്ര വെള്ളം കെട്ടിക്കിടക്കും, എത്ര വെള്ളത്തിന് സമ്മർദ്ദമുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ധാരണയും കമ്പനിക്കുണ്ടായിരുന്നില്ലേ? ഈ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കൊപ്പം രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി വരുന്നു. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചാലും ഇപ്പോൾ ഈ GSI റിപ്പോർട്ട് ജൂൺ മാസം 14-ാം തീയതി കമ്പനിക്ക് ലഭിച്ചതാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചു എന്നതാണോ നമ്മൾ ഈ GSI റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവുക? ജൂൺ 14-ാം തീയതി തന്നെ അക്കമിട്ട് പറയുന്നുണ്ട് GSI ഈ നിർമ്മാണത്തിലെ അപാകതകൾ. അത് തന്നെയല്ലേ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നതും? രഞ്ജിത്ത്, ഡോക്ടർ അരുൺ, ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നുള്ളത് വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ GSI റിപ്പോർട്ട് പ്രകാരമാണ് എങ്കിൽ ഈ GSI റിപ്പോർട്ട് കിട്ടേണ്ടത് പലർക്കുമാണ്. ഒന്ന്, കൊങ്കൺ റെയിൽവേ. ഇതിന്റെ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽനോട്ടം വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. കൊങ്കൺ റെയിൽവേ നിർദ്ദേശിക്കുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ രീതി അനുസരിച്ചാണ് ഈ നിർമ്മാണ കമ്പനി, കരാർ കമ്പനിയാണ്, ആ കരാർ കമ്പനി അതിന്റെ നിർമ്മാണം നടത്തുന്നത്, അതിന്റെ രൂപകൽപ്പന ചെയ്യുന്നത്. അവിടെ നിർമ്മാണത്തിന് ഇപ്പൊ സോയിൽ നെയിലിംഗ് വേണോ റോക്ക് നെയിലിംഗ് വേണോ ഒക്കെ തീരുമാനിക്കുന്നത് കൊങ്കണാണ്. കൊങ്കൺ നിശ്ചയിച്ചു കൊടുക്കുന്ന നിർമ്മാണ രീതി അനുസരിച്ച്, അവർ രൂപകൽപ്പന ചെയ്യുന്ന നിർമ്മാണ രീതി അനുസരിച്ച് നിർമ്മാണം നടത്തുക എന്നുള്ളതാണ് കരാർ കമ്പനിക്കുള്ളത്. അപ്പോൾ അതിന്റെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം കൊങ്കൺ റെയിൽവേക്കാണ് എന്നുള്ളതാണ്. മറ്റ് രണ്ട് ഉത്തരവാദിത്തം, ഇപ്പൊ സർക്കാർ ഏജൻസി ആയിട്ടുള്ള GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട്, അത് നിർമ്മാണ കമ്പനിക്ക് മാത്രമായി കൊടുക്കാൻ സാധിക്കില്ല. അത് ഈ തുരങ്കപാതയുടെ നിർമ്മാണ ചുമതലയുള്ള 2 പേർക്ക്, അതായത് ഒന്ന് കിഫ്ബിക്ക് കൊടുക്കേണ്ടതുണ്ട്. കിഫ്ബിയാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥാപനം, ഒരു ഏജൻസി, സർക്കാർ ഏജൻസി. മറ്റൊന്ന് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പാണ്. അപ്പൊ പൊതുമരാമത്ത് വകുപ്പിന് ഈ റിപ്പോർട്ട് കിട്ടിയിരുന്നോ? ഈ കിഫ്ബിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിരുന്നോ? കൊങ്കൺ റെയിൽവേക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിരുന്നോ? എന്നിട്ട് എന്തുകൊണ്ട് കൊങ്കൺ റെയിൽവേ ഇതിന്റെ രൂപകൽപ്പന മാറ്റിയില്ല? ഇതിന്റെ സോയിൽ സ്റ്റഡി, ഇതിന്റെ മണ്ണ് പരിശോധന നടത്തേണ്ടത് കൊങ്കണാണ്. കൊങ്കണിന് നിർമ്മാണ ചുമതലയുള്ളപ്പോൾ കൊങ്കൺ ഇതിന്റെ സോയിൽ സ്റ്റഡി നടത്തി ഈ മണ്ണ് ഇങ്ങനെ കിനിഞ്ഞിറങ്ങാൻ സാധിക്കുന്ന, വെള്ളം കിനിഞ്ഞിറങ്ങാൻ സാധിക്കുന്ന വിധത്തിലുള്ള മണ്ണാണ്. അതൊരു സോയിൽ ബോംബായി മാറാൻ സാധിക്കുന്ന വിധത്തിൽ, മഴ കൂടുതലായി പെയ്യുമ്പോൾ അതൊരു സോയിൽ ബോംബായി മാറാൻ സാധിക്കും എന്ന് പഠിക്കേണ്ടത് കൊങ്കൺ റെയിൽവേയാണ്. കൊങ്കൺ റെയിൽവേ അത്തരം ഒരു പഠനം നടത്തിയില്ലേ? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ പഠന റിപ്പോർട്ട് കൊങ്കണിന് കിട്ടിയില്ലേ? കൊങ്കൺ അങ്ങനെ കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മാറ്റം ഇതിന്റെ നിർമ്മാണ രീതിയിൽ വരുത്തിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ ദേശീയപാതയിലൊക്കെ മണ്ണിടിഞ്ഞ് വീണത് ഈ സോയിൽ നെയിലിംഗ് മൂലമാണ്. ഇന്നലെ ഷാഫി പറമ്പിൽ MP പറയുന്നുണ്ടായിരുന്നു, കൊയിലാണ്ടിയിൽ അവിടെ മണ്ണിടിഞ്ഞ് വീഴാനുള്ള കാരണം എന്ന് പറയുന്നത്, കുന്നോറ മലയിൽ മണ്ണിടിയാനുള്ള കാരണം
സോയിൽ നെയിലിംഗ് ആയിരുന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച്, മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് അവിടെ സോയിൽ നെയിലിംഗ് ഫലപ്രദമല്ല എന്നുള്ളത് ഉത്തരേന്ത്യയിലെ കമ്പനികൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ള വിശദീകരണം. അപ്പൊ കൊങ്കൺ ഇവിടെ തുരങ്കപാത പോലെ അതീവ ഗൗരവമുള്ള ഒരു പദ്ധതി നിർവഹിക്കുമ്പോൾ അവിടുത്തെ മണ്ണിന്റെ പഠനം നടത്തിയിട്ടില്ലേ? ഇവിടെ കേരളത്തിന്റെ മൺസൂണിന്റെ സ്വഭാവം അവർ പഠിച്ചിട്ടില്ലേ? കേരളത്തിൽ 2 മൺസൂണുകളായി നിരന്തരമായി മഴ കിട്ടുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പശ്ചിമഘട്ട മേഖല എന്ന് പറയുന്നത് നല്ല മഴ കിട്ടുന്ന മേഖലയാണ്. ഇതൊക്കെ പഠിച്ചിട്ടല്ലേ സോയിൽ നെയിലിങ്ങിനെ കുറിച്ച് പറഞ്ഞത്? സോയിൽ നെയിലിങ്ങിന് സംഭവിക്കാവുന്ന അപകടത്തെക്കുറിച്ച് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ആർക്കാണ് കൊടുത്തത്? ആ റിപ്പോർട്ട് കിട്ടിയ ഏജൻസികൾ ആരൊക്കെയാണ്? അവരൊന്നും ഇതിലൊരു നടപടി എടുത്തില്ലേ എന്ന് ചോദ്യമുണ്ട്. അതിപ്പോ ഒരു പൊതുമരാമത്ത് വകുപ്പുണ്ട്, കിഫ്ബി ഉണ്ട്, ഈ പറയുന്ന നിർമ്മാണ കമ്പനിയുണ്ട്, കൊങ്കണുണ്ട്. കൊങ്കണാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. കൊങ്കലിന്റെ ടെക്നിക്കൽ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ് ദീപക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന GSIയുടെ റിപ്പോർട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി എന്താണ് ആ റിപ്പോർട്ടിന്മേൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നത് ശ്രദ്ധിക്കൂ. ജൂൺ 14-ാം തീയതി GSI പുറത്തുവിട്ട റിപ്പോർട്ട്. ഇത് GSI അവിടെ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. GSI പറയുന്ന കാര്യങ്ങളെ എന്താണ് വീഴ്ച സംഭവിച്ചതെന്ന് നമുക്കിങ്ങനെ അനുമാനിക്കേണ്ടി വരും. ഒന്ന്, സുരക്ഷാ ഭിത്തിയിൽ ഒരു വിള്ളലുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് GSI നൽകിയിട്ടും കമ്പനി അത് അവഗണിച്ചോ? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, പാറയിലേക്ക് ഘടിപ്പിക്കേണ്ട സുരക്ഷാഭിത്തി അഥവാ റോക്ക് നെയിലിംഗ് ചെയ്യേണ്ട സുരക്ഷാഭിത്തി മണ്ണിനോട് ചേർന്ന് സോയിൽ നെയിലിംഗ് നടത്തി എന്നുള്ളതാണ്. ദുർബലമായ മണ്ണ് ഇളകിപ്പോകുമ്പോൾ സ്വാഭാവികമായും ആ കോൺക്രീറ്റ് ഗ്രൗട്ടിന്റെ ഷോർട്ട് ക്രീറ്റും ഇളകി വരും. അത് അവിടെ മണ്ണിന്റെ സമ്മർദ്ദം, ജലം മണ്ണിൽ ചെലുത്തുന്ന സമ്മർദ്ദം, ഇതിനെക്കുറിച്ച് കമ്പനിക്ക് ധാരണയുണ്ടായിരുന്നില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3, വെള്ളം വാർന്നു പോകാനുള്ള ദ്വാരങ്ങൾ അഥവാ വീപ്പ് ഹോൾസ് എന്തുകൊണ്ടാണ് ആ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഉണ്ടാവാതിരുന്നത്? വെള്ളം കെട്ടിനിന്നാണ് സുരക്ഷാഭിത്തി തകർന്നതെന്ന നിഗമനത്തിലേക്ക് എത്താവുന്ന തരത്തിലാണ് GSIയുടെ കണ്ടെത്തലുകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാവുന്നതാണ്. വളരെ ക്ലോസ് ഫ്രെയിമിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഇത് GSI അവിടെ പരിശോധന നടത്തുമ്പോഴുള്ള ആ കോൺക്രീറ്റിന്റെ സംരക്ഷണ ഭിത്തികളാണ്. ആ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞാണ് അപകടമുണ്ടായത്. ആ സംരക്ഷണ ഭിത്തിക്ക് തൊട്ടു മുകളിലുള്ള മലയുടെ ഒരു ഭാഗം ഇടിയുന്നു. തൊട്ടു താഴെ വെള്ളം കെട്ടിനിന്ന് അതിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ ആ കോൺക്രീറ്റ് ഭിത്തി കൂടി ഇടിഞ്ഞാണ് താഴേക്ക് പതിക്കുന്നത്. അല്ലാതെ അവിടെ കെട്ടിക്കിടന്ന അഥവാ ടാർപോളിനിട്ടിരുന്ന മൺകൂനകൾ അവിടെ തന്നെ കിടപ്പുണ്ട്. അത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് മണ്ണിടിയുന്നു. താഴെയുള്ള വെള്ളത്തിന്റെ ഹൈഡ്രോസ്റ്റാറ്റിക് സമ്മർദ്ദം താങ്ങാനാവാതെ ആ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തി ഇടിയുന്നു. ആ ഭിത്തി ഇടിഞ്ഞ് ആ വെള്ളവും മണ്ണും എല്ലാമായിട്ടാണ് മീനാക്ഷി പാലത്തിലേക്ക് വന്നത്.